നമസ്കാരം. നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ് ആണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നിരുന്നു. കുറച്ച് കുട്ടികളൊക്കെ അത് ഹോംവർക്കായിട്ടൊക്കെ അത് അസൈൻമെൻറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ചില ആൾക്കാർ എന്നെ വിളിച്ചു, അവർ അസൈൻമെൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കണക്കുകൾ അതല്ലെങ്കിൽ ക്ലാസ് വർക്കുകൾ തരുന്ന സമയത്ത് നിങ്ങളത് ഒന്നുകിൽ അത് വാട്സാപ്പിലേക്ക് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെയിലിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഇതാണ് ആ മെയിൽ ഐ ഡി. ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് അരുൺ ഗോപിനാഥ് @polyattingel.org ഈ മെയിലിലേക്ക് അയക്കുക. മെയിലിലേക്ക് അയക്കുന്നവർ തീർച്ചയായിട്ടും മെയിലിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരം എന്നെ വാട്സാപ്പ് വഴി ഒന്ന് അറിയിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പുറത്തിലും, എല്ലാ പേജിലും അല്ല, എല്ലാ പുറത്തിലും നിങ്ങൾ പേരും നിങ്ങളുടെ റോൾ നമ്പറും കൃത്യമായിട്ട് ഒന്നുകിൽ ചുവന്ന മഷിക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നന്നായിട്ട് തെളിയുന്ന മഷി കൊണ്ടോ സ്കെച്ച് പേന കൊണ്ടോ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതിയ ശേഷം മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കുറേയേറെ സംശയങ്ങൾ വന്നതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലാസ്സിൽ അതൊന്ന് ചെയ്യാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലമാണ് ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഇവിടെയുള്ളത്. ഡിറ്റർമിൻ ദ പ്രഷർ ഇൻ ദ പൈപ്പ് ബി ഇൻ ടേംസ് ഓഫ് കിലോ പാസ്കൽ. അപ്പോൾ ശരിക്കും നമുക്ക് HB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത്. മാനോമീറ്ററിൻ്റെ റീഡിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് 2 എണ്ണത്തിനകത്തും വാട്ടറാണ്. അതായത് A എന്ന് പറയുന്ന പൈപ്പിൽ വെള്ളമാണ്. ദിസ് ഈസ് ഓൾസോ കണ്ടെയ്ൻസ് വാട്ടർ. B ഈസ് ഓൾസോ കണ്ടെയ്ൻസ് വാട്ടർ. ആൻഡ് ദ മാനോമെട്രിക് ലിക്വിഡ് നമ്മൾ പഠിച്ചു. ഇൻവേർട്ടഡ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആണെങ്കിൽ നമ്മൾ ലൈറ്റർ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലിക്വിഡ് 0.75 സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ള ഒരു ലിക്വിഡാണ്. ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ദാറ്റ് ഈസ് HA മൈനസ് S1 H1. അതായത് ഇതിൻ്റെ എക്സ് ആണ് നമ്മുടെ ഡേറ്റം ലൈൻ. ഡേറ്റം ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പ്രഷർ എന്ന് പറയുന്നത് HA ആണ്. HA പോസിറ്റീവാണ്. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ S1 H1 എന്ന് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി ഇതായിരിക്കും H1. H1 ഈസ് ഈക്വൽ ടു 200 ഈസ് ഈക്വൽ ടു HB എന്ന് പറയുന്നത് ഈ B എന്ന് പറയുന്ന പൈപ്പിനകത്തെ പ്രഷറാണ്. മൈനസ് സോ ലെറ്റ് ഇറ്റ് ബി S2 ദിസ് ഈസ് H2 എന്ന് പറഞ്ഞാൽ 50 ആണ്. S2 മൈനസ് ദിസ് ഈസ് S3 H3. ഇതാണ് H3 ഈസ് ഈക്വൽ ടു 100. S3 H3 ഇതാണ് ശരിക്കും നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തെഴുതാം. ഇതിനകത്ത് H1 ഈസ് ഈക്വൽ ടു 200 മില്ലിമീറ്റർ ആണ്. അതിനെ മീറ്റർ ആക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 മീറ്റർ. ഓക്കെ. S1ഉം S2ഉം അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ലിക്വിഡ്. ഹിയർ ദ ലിക്വിഡ് ഈസ് വാട്ടർ. ക്യാരിയിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഡിഫറൻറ്റ് പൈപ്സ് ക്യാരിയിങ് വാട്ടർ. വാട്ടറിന് സ്പെസിഫിക് ഗ്രാവിറ്റി എത്ര? 1. ഓക്കെ.
ഇനി നമുക്ക് അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ടേക്ക് ദ പ്രഷർ ഇൻ പൈപ്പ് എ ആസ് 1.5 മീറ്റേഴ്സ് ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് എച്ച് എ ഇസ് ഈക്വൽ ടു 1.5 മീറ്റേഴ്സ് ഓഫ് വാട്ടർ. ഇതാണ് നമ്മുടെ എച്ച് എ. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിമിലർലി S3 ഇസ് ഈക്വൽ ടു 0.75. ഐ തിങ്ക് ഓൾ ദ വാല്യൂസ് ആർ ദെയർ, സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. once again H2, we need H2 എന്ന് പറഞ്ഞാൽ 50 ആണ് അല്ലേ, that is equal to 0.05 meter, and H3 is equal to 100 mm ആണ്. So when simplifying it will becomes converting it will becomes 0.1 meter. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. H1 എന്ന് H എന്ന് പറയുന്നത് 1.5 മീറ്റേഴ്സ് ഓഫ് വാട്ടർ മൈനസ് S1 is 1 into H1 is equal to 0.2 is equal to HB actually we want to find out. പിന്നെ പ്രഷർ ഇൻ ബി എന്ന് പറയുന്നതാണ് എന്ത് HB എന്ന് പറയുന്നത്. പ്രഷർ ഇൻ എ എന്ന് പറയുന്നതാണ് HA മൈനസ് S2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് S1 തന്നെയാണ്. സോ ദാറ്റ് ഈസ് 1. H2 എന്ന് പറയുമ്പോൾ 0.05 മൈനസ് S3 എന്ന് പറയുമ്പം 0.75 ഇൻറ്റു H3 എന്ന് പറയുന്നത് 0.1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1. ഓക്കെ, ഓൺ സിംപ്ലിഫൈയിങ് we will get 1.5 minus 0.2 is equal to HB minus 0.05 minus 0.075 എന്ന് വരും. അപ്പോൾ നിങ്ങളത് കാൽക്കുലേറ്ററിൽ ചെയ്യണം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് HB is equal to, on simplifying this one you will get remaining calculations. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം. HBയുടെ വാല്യൂ എന്ന് പറയുന്നത് 1.425 മീറ്റർ ആണ്. 1.425 മീറ്റേഴ്സ് ഓഫ് വാട്ടർ. ഇതാണ് നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത് കിട്ടുന്നുണ്ടോയെന്ന് എല്ലാവരും ചെക്ക് ചെയ്യണം. കാൽക്കുലേറ്റർ പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിത് ചെയ്തിട്ട് HBയുടെ വാല്യൂ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടുന്നത് ഡിറ്റർമിൻ ദ പ്രഷർ ഇൻ ടേംസ് ഓഫ് കിലോ പാസ്കൽ ആണ്. ആക്ച്വലി വി നീഡ് ദ പ്രഷർ ഇൻ ടേംസ് ഓഫ് കിലോ പാസ്കൽ. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് നമ്മൾ PB ഈസ് ഈക്വൽ ടു, നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ρGH അല്ലെങ്കിൽ WH. ഈ ρG എന്ന് പറയുന്നതാണ് W അല്ലേ. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? Rho is density of water. G is the acceleration due to gravity. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ρG എന്ന് പറയുന്ന സാധനമാണ് that is equal to W. അത് തന്നെയാണ് 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഈ വാല്യൂസ് പഠിച്ചു വെച്ചണം കേട്ടോ. that is equal to 9810 into H is equal to 1.425. Again this multiplication you have to do. കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഇത് ഉത്തരം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. സി ലെറ്റ് us check the value. വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 13980 വരും. 13980 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആക്ച്വലി വി നീഡ് ദ വാല്യൂ ഇൻ ടേംസ് ഓഫ് കിലോ പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെയാണെന്ത്? പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൻ്റെ വേറൊരു പേരാണ് പാസ്കൽ. അപ്പോൾ ഇത് 13980 പാസ്കലാണ്. അതിനെ കിലോയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 13980 by 1000 that is equal to 13.98 kilo pascal. This is the final answer. HBയുടെ വാല്യൂ എന്ന് പറയുന്നത് that is equal to 13.98 കിലോ പാസ്കൽ ആണ്. ആക്ച്വലി ഇതാണ് നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ചെയ്തവർ ഈ ആൻസറുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ ക്ലാസ്സിൽ തരുന്ന അസൈൻമെൻറ്റ്സ് നിങ്ങൾ ഈ ജിമെയിൽ ID യിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക.
അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്താലും മതി. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമുക്ക് നോക്കാം. ടോട്ടൽ പ്രഷർ ഓൺ എ പ്ലെയിൻ ഹോറിസോണ്ടൽ സർഫസ്. അതായത് നമ്മൾ ശരിക്കും ഇത് ഹൈഡ്രോസ്റ്റാറ്റിക്സിനകത്ത് വരുന്ന ഭാഗമാണ്. അതായത് നമ്മളൊരു ഹൊറിസോണ്ടൽ സർഫസ്, ഏതെങ്കിലും ഒരു സർഫസ് ആയിക്കോട്ടെ, ഒരു ഹൊറിസോണ്ടലായിട്ടിരിക്കുന്ന ഒരു സർഫസ്. സോ ലെറ്റ് ഇറ്റ് ബി ദിസ് ഈസ് എ ഹൊറിസോണ്ടൽ സർഫസ്. ഈ ഹൊറിസോണ്ടൽ സർഫസ് നമ്മൾ ലിക്വിഡിലേക്ക് നമ്മൾ ഇമേഴ്സ് ചെയ്യുന്നു. സപ്പോസ് ദിസ് ഈസ് ദ ഹൊറിസോണ്ടൽ സർഫസ് വിച്ച് ഈസ് ഇമേഴ്സ്ഡ് ഓർ ഡിപ്ഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് എക്സ് ബാർ. നമ്മൾ എക്സ് ബാർ എന്നൊരു ലെറ്റർ നൊട്ടേഷൻ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സപ്പോസ് ദിസ് ലിക്വിഡ്, ഈ ലിക്വിഡിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് റോ ജി ആണ് നമ്മൾ ഡബ്ല്യു എന്ന് പറയുന്നത്. അതിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ആണെന്നിരിക്കട്ടെ. വാട്ടർ ആണെങ്കിൽ അത് 9810 ആയിരിക്കും. 9810 ആയിരിക്കും വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ്. വേറെ ഏരിയ ഈസ് ദ ഏരിയ. ഇതിൻ്റെ ഏരിയയ്ക്കാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് കൊടുക്കുന്നത്. എക്സ് ബാർ ഇസ് ദ ഡെപ്ത് ഓഫ് ഹൊറിസോണ്ടൽ സർഫസ് ഫ്രം ദ ലിക്വിഡ് ലെവൽ ഇൻ മീറ്റർ. എന്ന് പറഞ്ഞാൽ ഈ എക്സ് ബാർ എന്ന് പറയുന്നത് ഈ ലിക്വിഡ് സർഫസിൻ്റെ ടോപ്പ് ലെവലിൽ നിന്നും ഈ ഇതിൻ്റെ ലെവൽ വരെയുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് ബാർ എന്ന് പറയുന്നത്. സോ ദ ടോട്ടൽ പ്രഷർ, അതായത് ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഈ പ്ലേറ്റിന് മുകളിലുള്ള പ്രഷർ, ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദിസ് ടോട്ടൽ പ്രഷർ ഇസ് ദ വെയിറ്റ് എന്നാണ്. ഓക്കെ, ടോട്ടൽ പ്രഷർ മീൻസ് ഇറ്റ് ഈസ് ദ വെയിറ്റ്. പ്രഷർ ഇസ് വെയിറ്റ് ബൈ ഏരിയ. ടോട്ടൽ പ്രഷർ ഇസ് ദി ഫോഴ്സ് ഓർ വെയിറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ദ ഫോഴ്സ് അല്ലെങ്കിൽ ഓർ ദ വെയിറ്റ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ വെയിറ്റ് ഓഫ് ലിക്വിഡ് എബവ് ദ ഇമേഴ്സ്ഡ് സർഫസ് എന്ന് വെച്ചാൽ ഇതിന് മുകളിലുള്ള ആരാളുള്ളത്, ഇതിനകത്ത് വെള്ളമാണെങ്കിൽ വെള്ളം, ആ വെള്ളത്തിൻ്റെ വെയിറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം വി നോ ദാറ്റ് സ്പെസിഫിക് വെയിറ്റ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. ഓക്കെ, അപ്പോൾ ഈ വെള്ളത്തിൻ്റെ സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് വാട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം വാട്ടറിൻ്റെ സ്പെസിഫിക് വെയിറ്റ് എത്രയാണ്, 9810 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. ഇതിനെ നമ്മൾ വീണ്ടും ഒന്ന് വോളിയം കൊണ്ട് ഗുണിച്ചാൽ എന്ത് പറ്റും, അതായത് സ്പെസിഫിക് വെയിറ്റിനെ നമ്മൾ വോളിയം കൊണ്ട് ഗുണിക്കുന്നു. അതായത് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബൈ വി ഇൻറ്റു വി. അപ്പം നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ദി വെയിറ്റ്. അപ്പം നമ്മൾ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്, വെയിറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം. സോ പ്ലീസ് റിമെമ്പർ ദിസ് ഫോർമുല. So we can find the total weight or total pressure, total force acting on the surface, horizontal surface is equal to specific weight into volume. Specific weight എന്ന് പറഞ്ഞാൽ weight by volume. ആ weight by volume പിന്നെ നമ്മൾ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം we will get the weight. Okay, so how you will find the volume? ഇതിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. സിൻസ് ഇറ്റ് ഈസ് എ റെഗുലർ ജോമെട്രി, ഒരു റെഗുലർ ജോമെട്രി ആണെങ്കിൽ ആ റെഗുലർ ജോമെട്രിയുടെ വോളിയം കണ്ടുപിടിക്കുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഇക്വേഷൻ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. വി ഈസ് ഈക്വൽ ടു എ എച്ച് എന്നാണ് ഇവിടെ അതിൻ്റെ ഇക്വേഷൻ. ഇവിടുത്തെ കേസിൽ ഏരിയ എ ആണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. എച്ച് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റിനെ നമ്മൾ എക്സ് ബാർ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ വരും, ഡബ്ല്യു ഇൻറ്റു എ ഇൻറ്റു എക്സ് ബാർ. സോ ദ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ എക്സ് ബാർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ടോട്ടൽ പ്രഷർ ഓൺ എ പ്ലെയിൻ വിച്ച് ഈസ് എ ഹൊറിസോണ്ടൽ. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡബ്ല്യു എ എക്സ് ബാർ. വാട്ട് ഈസ് ഡബ്ല്യു, സ്പെസിഫിക് വെയിറ്റ്. വാട്ട് ഈസ് എ, area of this surface. What is x bar? ഈ സർഫസിൻ്റെ ഡെപ്ത് ഓഫ് ഹൊറിസോണ്ടൽ സർഫസ് ഫ്രം ദ ലിക്വിഡ് ലെവൽ. ഇതിൻ്റെ ലിക്വിഡ് ലെവലിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെയാണ് അല്ലെങ്കിൽ ഡെപ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ് ബാർ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
അപ്പോൾ സോ ദ P is equal to WA x bar എന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ we see the next is center of pressure. What is center of pressure? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇവിടെ നമുക്കൊരു പ്രഷർ ഉണ്ടാകും അല്ലേ. ഈ പ്രഷർ ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇപ്പം ഈ കേസിലാണെങ്കിൽ ഇതിൻ്റെ എക്സാക്റ്റ് മിഡ് ആയിരിക്കും. ഇങ്ങനെ നമ്മൾ ഡയഗണൽ വരച്ചാൽ ഇതിൻ്റെ മിഡ് പോയിന്റിലായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കേസിലും അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് ദാറ്റ് വിൽ ചേഞ്ച് അക്കോർഡിംഗ് ടു ദ ജോമെട്രി. അപ്പം സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ്. അതായത് സെൻട്രൽ നിന്നും ഈ ടോട്ടൽ പ്രഷർ ആക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിന് പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് പ്രഷർ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദ റിസൾട്ടന്റ് പ്രഷർ ഓൺ ദി സർഫസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ സർഫസിൽ ആക്ട് ചെയ്യുന്ന എന്താണ് പ്രഷറിൻ്റെ എല്ലാം കൂടി റിസൾട്ടൻ്റ് എന്ന് മീൻസ് ടോട്ടൽ എഫക്റ്റീവ് എന്നാണ്. എഫക്റ്റീവ് എന്ന അർത്ഥം കൂടെ ഉണ്ട് അല്ലേ. അപ്പം നമ്മളിപ്പോൾ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ വിച്ച് ഈസ് അറ്റ് h/3. ഇതിപ്പം ഒരു പക്ഷേ ഒരു 12 ആണെങ്കിൽ 12ന്റെ 3/1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 12/3 വിച്ച് ഈസ് 4. അതിൻ്റെ ബേസിൽ നിന്നും 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കും എന്ത് അതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ട്രയാങ്കിൾ നമ്മളൊരു കമ്പാരിസന് വേണ്ടി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ഫ്ലോ. ഏതൊക്കെ തരം ഫ്ലോ ഉണ്ട്? ആക്ച്വലി ദിസ് കംസ് അണ്ടർ ദ ഹൈഡ്രോകൈനമാറ്റിക്സ് പോർഷൻ. അപ്പം നമ്മൾ ശരിക്കും ഹൈഡ്രോസ്റ്റാറ്റിക്സിൽ നിന്ന് നമ്മൾ ഹൈഡ്രോകൈനമാറ്റിക്സിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ഈ ടൈപ്സ് ഓഫ് ഫ്ലോ പറയുന്നതിന് മുമ്പ് റേറ്റ് ഓഫ് ഡിസ്ചാർജ് നമ്മൾ പറയാൻ പോവുകയാണ്. എന്താണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്? അപ്പോൾ അത് നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ ഒരു ഹോസ് എടുത്തിട്ട് അതിനകത്ത് നിന്ന് വെള്ളം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നു. സപ്പോസ് ദാറ്റ് വാട്ടർ ഈസ് കളക്റ്റഡ് ഇൻ എ ബക്കറ്റ്. ഓക്കെ, സോ ദാറ്റ് വാട്ടർ ഈസ് കളക്റ്റഡ് ഇൻ എ ബക്കറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് എ 10 ലിറ്റർ ബക്കറ്റ്. 10 ലിറ്റർ ബക്കറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം സപ്പോസ് ആൻഡ് വി ആർ ടേക്കിംഗ് ദ ടൈം ഫോർ ഫില്ലിങ്. അതായത് ഈ ബക്കറ്റ് ഫില്ല് ചെയ്യാനുള്ള സമയം നമ്മൾ എടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ വാട്ട് ഈസ് ദിസ് ഈസ് ദ വോളിയം. 10 ലിറ്റർ എന്ന് പറഞ്ഞാൽ വോളിയം അല്ലേ. വോളിയം ഞാൻ പിന്നെ എന്താ കണ്ടുപിടിച്ചത്? ടൈം ഫോർ ഫില്ലിങ്, വോളിയം ബൈ ടൈം അല്ലേ. ശരിക്കും ഈ സാധനത്തിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് മീൻസ് വോളിയം ഓഫ് ലിക്വിഡ് എന്നാണ്. ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 10 ലിറ്റർ ഒരു എന്താ പറയുക, ഒരു 10 സെക്കൻഡിൽ വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്താ പറഞ്ഞത്? വോളിയം ബൈ ടൈം അല്ലേ. വാട്ട് ഈസ് ദ വോളിയം? 10 ലിറ്റർ. 10 ലിറ്റർ ബൈ 10 സെക്കൻഡ്. 10 വെട്ടി എത്ര കിട്ടി? 1 ലിറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എന്താണ് ഈ 1 ലിറ്റർ പെർ സെക്കൻഡിൻ്റെ അർത്ഥം? 1 സെക്കൻഡിൽ 1 ലിറ്റർ വെള്ളം വെച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 10 സെക്കൻഡ് കൊണ്ട് ഈ ബക്കറ്റ് ഫില്ല് ചെയ്തത്. So rate of discharge is nothing but the quantity of liquid flowing per second through a section. ഏതെങ്കിലും ഒരു സെക്ഷനിലൂടെ, ഒരു പൈപ്പിലൂടെ, ഒരു ഹോസിലൂടെ ഒരു സമയത്ത് യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ 1 സെക്കൻഡാണ്. 1 സെക്കൻഡിൽ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൻ്റെ വോളിയം. The quantity can be volume or mass. But here it is the volume. The quantity of liquid flowing per second. 1 സെക്കൻഡിലെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ 1 സെക്കൻഡിൽ പോകുന്ന വോളിയം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ദാറ്റ് ഈസ് കോൾഡ് റേറ്റ് ഓഫ് ഡിസ്ചാർജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു Q. Qന് ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. Q is equal to AV എന്നൊക്കെ നമുക്ക് പറയാം. Q is equal to area into
velocity. Once you know this velocity, you can find the discharge. Discharge നമ്മൾ Q എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ Q is equal to area into velocity. Area into velocity. Okay, so what is next? Next see, it is equation of continuity. See, this is one of the basic equation as far as the fluid mechanics or hydraulics is concerned. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ് കൺസർവേഷൻ ഇക്വേഷൻ ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ശരിക്കും ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു പൈപ്പ്, എ പൈപ്പ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ ആണ് കേട്ടോ. ദിസ് ഈസ് എ പൈപ്പ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ. വേരിയിങ് ക്രോസ് സെക്ഷൻ ആകുമ്പം എന്തിനാണ് അത് എടുക്കുന്നത് ചോദിച്ചാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറും. അതുകൊണ്ടാണ് വേരിയിങ് ക്രോസ് സെക്ഷൻ എടുക്കുന്നത്. സ്ട്രെയിറ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ വി കനോട്ട് കമ്പയർ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സാധനം എടുക്കുന്നത്. അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ് എടുക്കാനുള്ള കാരണം അതാണ്. ഓക്കെ, സപ്പോസ് ദിസ് ഈസ് എ പൈപ്പ്. ഇൻ ദാറ്റ് പൈപ്പ് ദർ ആർ 3 sections ആർ മാർക്ക്ഡ് 1, 2, 3. അപ്പോൾ ഈ ഓരോ സെക്ഷനിലും നമ്മൾ അതിൻ്റെ തിയറി ഇത്രയേ ഉള്ളൂ. ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ്, ഇതിലൂടെ കടന്നു പോകുന്ന ലിക്വിഡ് ഇതിലേക്കൂടെയും കടന്നു പോകും, ഇതിലേക്കൂടെയും കടന്നു പോകും. ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് പാസിംഗ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഒന്നാമത്തെ സെക്ഷനിലൂടെ കടന്നു പോകുന്ന ലിക്വിഡ് തന്നെയായിരിക്കും ഒരു സെക്കൻഡിൽ രണ്ടാമത്തെ സെക്ഷനിലൂടെയും കടന്നു പോകുന്നത്. അത് തന്നെയായിരിക്കും മൂന്നാമത്തെ സെക്കൻഡിലൂടെയും കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാം? അതായത് ഓരോ സെക്ഷനിലെയും ഡിസ്ചാർജ് സെയിം ആണ്. എന്താ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ? ഡിസ്ചാർജ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡിസ്ചാർജ് Q എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം പെർ സെക്കൻഡ്. വോളിയം പെർ സെക്കൻഡ് ആണ്. വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഇൻ യൂണിറ്റ് ടൈം ആണെന്ത് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് Q സെയിം ആണ്. നമുക്ക് അങ്ങനെ പറയാം. ഇവിടുത്തെ Q1 ഇതെന്താണ്, Q2 ഇതെന്താണ്, Q3. സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് Q1 is equal to Q2 is equal to Q3. Or we can write in another way, that is A1 V1, area into velocity. ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏരിയയുടെ ഇതാണ് ഏരിയ അല്ലേ. A1 V1 is equal to A2 V2 is equal to A3 V3. അപ്പം ഇതിനകത്ത് നമ്മൾ രണ്ടെണ്ണം എടുത്താൽ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും വെലോസിറ്റി ഒക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ആയിട്ട് പറയുന്നത് ഫോർ ആൻ ഇൻകംപ്രസിബിൾ ലിക്വിഡ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്. ഇൻകംപ്രസിബിൾ ലിക്വിഡ് ആയിരിക്കണം. ഇൻകംപ്രസിബിൾ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, എന്താണ് കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മളൊരു സാധനത്തെ നമ്മൾ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വോളിയം ചുരുങ്ങുന്നു, പ്രഷർ കൂടുന്നു അല്ലേ. വോളിയം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? വോളിയം ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റിക്ക് വേരിയേഷൻ ഉണ്ടാകുന്നു. വാട്ട് ഈസ് ഡെൻസിറ്റി? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. Density is equal to mass by volume. Here mass is constant, so volume is changing. Volume ആണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ വോളിയം കൂടിയാൽ ഡെൻസിറ്റി കുറയും, വോളിയം കുറഞ്ഞാൽ ഡെൻസിറ്റി കൂടും. വോളിയം ആൻഡ് ഡെൻസിറ്റി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഒരു ഡെൻസിറ്റി, ഇപ്പോൾ വോളിയം മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധനം നമ്മൾ കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ ഡെൻസിറ്റി കൂടും. വേറെ രീതിയിൽ പറഞ്ഞാൽ വോളിയം കുറയുമ്പോഴത്തേക്ക് പ്രഷർ കൂടും. അപ്പം അതാണ് കംപ്രസിബിൾ ഫ്ലോ. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. ഇൻകംപ്രസിബിൾ ഫ്ലോ. ഈ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലോയിൽ മാത്രമേ നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ.
എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്? ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ ലൂടെ കടന്നു പോകുന്ന ലിക്വിഡിൻ്റെ ഒരു സെക്ഷനിലൂടെ കടന്നു പോകുന്ന ലിക്വിഡ് യൂണിറ്റ് ടൈമിൽ കടന്നു പോകുന്ന ലിക്വിഡ് തന്നെയാണ് രണ്ടാമത്തെ സെക്ഷനിലൂടെയും കടന്നു പോകുന്നത്. അത് തന്നെയാണ് മൂന്നാമത്തെ സെക്ഷനിലൂടെയും കടന്നു പോകുന്നത്. ബട്ട് അതിൻ്റെ വെലോസിറ്റിക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? V1 ആയിരിക്കത്തില്ല V2 ആയിരിക്കത്തില്ല V3. ഇപ്പോൾ ഒരു ഏകദേശം ധാരണ വെച്ച് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ V3 കൂടുതലായിരിക്കും അല്ലേ? ദാറ്റ് ഈസ് ദ കേസ് ഓഫ് എ വെലോസിറ്റി. അപ്പം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് എന്താണ്? ഇത്രേ പറയുന്നുള്ളൂ. എന്താണ്? അതായത് ദിസ് ഈസ് റിലേറ്റഡ് ടു മാസ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസിൻ്റെ കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. സോ ടോട്ടൽ മാസ് ഇസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. ദാറ്റ് ഈസ് ടോട്ടൽ മാസ്. അതായത് ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഇൻ വൺ സെക്ഷൻ ഈസ് ഈക്വൽ ടു സെക്കൻഡ് സെക്ഷൻ ഈസ് ഈക്വൽ ടു തേർഡ് സെക്ഷൻ. ദാറ്റ് മീൻസ് Q1 ഈസ് ഈക്വൽ ടു Q2 ഈസ് ഈക്വൽ ടു Q3. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ഓർ വി ക്യാൻ റൈറ്റ് A1 V1 is equal to A2 V2 is equal to A3 V3. So this is the equation of continuity. അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് പോകുന്നത് ടൈപ്സ് ഓഫ് ഫ്ലോയിലേക്കാണ്. യൂണിഫോം ഫ്ലോ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. യൂണിഫോം ഫ്ലോ നമ്മൾ അറിഞ്ഞിരിക്കണം, നോൺ യൂണിഫോം ഫ്ലോ അറിഞ്ഞിരിക്കണം, ടർബുലൻ്റ് ഫ്ലോ നമ്മൾ അറിഞ്ഞിരിക്കണം, സ്ട്രീം ലൈൻ ഫ്ലോ നമുക്കറിയാം, പഠിക്കാം. അപ്പം നോക്ക്, എന്താണ് യൂണിഫോം ഫ്ലോ? ഇപ്പം നമ്മളിപ്പോൾ ഒരു സെക്ഷൻ എടുക്കുന്നു, ഒരു 10 മീറ്റർ പൈപ്പ് എടുത്തു. ഇതാണ് സെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ പല പോയിന്റ്സ് എടുത്തു. 1 2 3 4 5 6 7 8 ഒരു 8 പോയിന്റ് എടുത്തു. ഇവിടെ എല്ലാം വെലോസിറ്റി സെയിം ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ വെലോസിറ്റി ഈസ് സെയിം ഫോർ ഓൾ ദ സെക്ഷൻസ്. അതായത് dV/ds with respect to space is equal to constant. എന്ന് വെച്ചാൽ സ്പേസ് പാരാമീറ്റർ അനുസരിച്ച് വെലോസിറ്റി മാറുന്നില്ല. സ്പേസ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേസിൽ നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നത് അല്ലേ? ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ലെങ്ത് എന്നല്ലേ? ലെങ്തിനനുസരിച്ചിട്ട് വെലോസിറ്റി മാറുന്നില്ല. വെലോസിറ്റീസ് അറ്റ് ഓൾ സെക്ഷൻസ് ആർ ഈക്വൽ. എല്ലാ സെക്ഷനിലെയും വെലോസിറ്റി എന്താണ്? സെയിം ആണ്. അങ്ങനെയുള്ള ഫ്ലോയ്ക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം ഫ്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഒരു ചാലിലൂടെ വെള്ളം പോകുന്നു. ഏകദേശം ഒരു 10 മീറ്റർ ലെങ്തിൽ അതിൻ്റെ വെലോസിറ്റിക്കോ പ്രഷറിനോ ടെമ്പറേച്ചറിനോ ഒന്നും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് യൂണിഫോം ഫ്ലോ. ഇനി അങ്ങനെ അല്ലാത്തതിനെയെല്ലാം വെലോസിറ്റീസ് അറ്റ് ഓൾ സെക്ഷൻസ് ആർ ഡിഫറൻറ്റ്. ഓരോ സെക്ഷനിലെയും വെലോസിറ്റികൾ ഡിഫറൻ്റ് ആയിട്ട് വരാം. അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് നോൺ യൂണിഫോം ഫ്ലോ. അടുത്തത് സ്ട്രീം ലൈൻ ഫ്ലോ. ഇവിടെ സ്ട്രീം ലൈൻ ഫ്ലോയുടെ വേറൊരു പേരാണ് ലാമിനാർ ഫ്ലോ എന്ന് പറയും. സ്ട്രീം ലൈൻ ഫ്ലോ ഈസ് ഓൾസോ കോൾഡ് ആസ് ലാമിനാർ ഫ്ലോ. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓരോ ലിക്വിഡ് പാർട്ടിക്കിളിനും എന്തുണ്ട്? പ്രത്യേകമായ ഒരു പാതയുണ്ട്. ഈച്ച് സ്ട്രീം ഹാസ് എ ഡെഫിനിറ്റ് പാത്ത് ഉണ്ട്. ആൻഡ് ഇറ്റ് ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ. ഇത് എന്ത് ചെയ്യത്തില്ല? ഇത് വന്നിട്ട് ഇതിനെ കൂട്ടിയിടിക്കത്തില്ല, ഇത് ഇതിനെ കൂട്ടിയിടിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ, സ്ട്രീം ലൈൻ ഫ്ലോയുടെ വേറൊരു പേരാണ് ദാറ്റ് ഈസ് കോൾഡ് ലാമിനാർ ഫ്ലോ. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലിക്വിഡിനൊരു പ്രത്യേക ഡയറക്ഷനിലാണ് ഇത് പോകുന്നത്. മാത്രമല്ല ആ ഡയറക്ഷൻ എന്ത് ചെയ്യത്തില്ല? അത് കൂട്ടി ഇടിക്കത്തില്ല. ദേ ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ. ഇതാണ് സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. അടുത്ത ടർബുലൻ്റ് ഫ്ലോ. ടർബുലൻ്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു പാത്തേ ഇല്ല. ചിലത് ഇങ്ങോട്ട് പോകും, ചിലത് ഇങ്ങോട്ട് വരും, ചിലത് തിരിഞ്ഞു വരും, അങ്ങോട്ട് പോകും. അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു പാത്തില്ല. പിന്നെ മാത്രമല്ല പാത്തുകൾ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. പാത്തുകൾ ക്രോസ് ചെയ്യും.
ക്രോസസ് ഈച്ച് അതർ, പാത്തുകൾ ക്രോസ് ചെയ്യും. സച്ച് എ ഫ്ലോ ഈസ് കോൾഡ് ടർബുലന്റ് ഫ്ലോ. അങ്ങനെയുള്ള ഫ്ലോയ്ക്ക് വിളിക്കുന്ന പേരാണ് ടർബുലന്റ് ഫ്ലോ. അടുത്തത് സ്റ്റഡി ഫ്ലോ. ഡോണ്ട് കൺഫ്യൂസ് സ്റ്റഡി ഫ്ലോ വിത്ത് യൂണിഫോം ഫ്ലോ. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ഈസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് du/dt is equal to constant. അതായത് ഒരു വിത്ത് റെസ്പെക്ട് ടു ടൈം we can say that the quantity is a constant, means it is not varying, അല്ലേ? അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ഇസ് കോൺസ്റ്റന്റ്. ഇറ്റ് ക്യാൻ ബി യൂണിഫോം ഓർ നോൺ യൂണിഫോം. അപ്പോൾ ഈ ഫ്ലോ എന്ന് പറയുന്നത് യൂണിഫോമോ നോൺ യൂണിഫോമോ ആകാം. ദിസ് ക്യാൻ ബി യൂണിഫോം ഓർ നോൺ യൂണിഫോം. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഡെറിവേറ്റീവ് ഓഫ് യു, മീൻസ് യു അല്ലെങ്കിൽ വി. ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി സമയത്തിനനുസരിച്ചിട്ട് മാറുന്നില്ല. ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. സപ്പോസ് ദിസ് ഈസ് ദ 10 മീറ്റർ പൈപ്പ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് 1, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് 2, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് 3, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് 4. ഓക്കെ, ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ എടുക്കുന്നു. സപ്പോസ് ഇറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. 2ന്റെ വെലോസിറ്റി എടുക്കുന്നു 9 മീറ്റർ പെർ സെക്കൻഡ്. 3ന്റെ വെലോസിറ്റി എടുക്കുന്നു suppose if it is 8 meter per second. In some cases the velocity of 4 is called 10 meter per second. ഇപ്പം അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇപ്പം സപ്പോസ് ഇപ്പോൾ ഇവിടെ 9 മീറ്റർ, ഇവിടെ 8 മീറ്റർ, ഇവിടെ ഇപ്പോൾ സപ്പോസ് ഓക്കെ ലെറ്റ് ഇറ്റ് ബി 8 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പം ഇവിടുത്തെ ഓരോ പോയിന്റിലെയും വെലോസിറ്റി മാറാൻ പാടില്ല സമയത്തിനനുസരിച്ചിട്ട്. ഇപ്പോൾ രാവിലെ നമ്മളെടുത്ത് നോക്കി 10 മീറ്റർ പെർ സെക്കൻഡ്, ഉച്ചയ്ക്ക് എടുത്ത് നോക്കി 10 മീറ്റർ പെർ സെക്കൻഡ്, വൈകിട്ട് എടുത്ത് നോക്കി 10 മീറ്റർ പെർ സെക്കൻഡ്, രാത്രിയിൽ നമ്മൾ എടുത്ത് നോക്കിയപ്പോഴും 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്റ്റഡി ഫ്ലോ. The fluid's velocity is not changing. Velocity ചേഞ്ച് ചെയ്യുന്നില്ല. Velocity not changing. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഓക്കെ, വെലോസിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ്. ബട്ട് അൺസ്റ്റഡിയുടെ കേസിലാണെങ്കിൽ എന്താണ്? ദിസ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. എന്താണ്? ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. അതാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അൺസ്റ്റഡി ഫ്ലോ. നെക്സ്റ്റ് ഈസ് കംപ്രസിബിൾ ഫ്ലോ. കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വെൻ യു കംപ്രസ് എ ഗ്യാസ്, കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? വെൻ യു കംപ്രസ് എ ഗ്യാസ് എന്താ സംഭവിക്കുന്നത്? വോളിയം കുറയുന്നു, ഡെൻസിറ്റി കൂടുന്നു. അപ്പോൾ കംപ്രസിബിൾ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ചേഞ്ചസ് വിത്ത് ഫ്ലോ. ഫ്ലോയ്ക്ക് അനുസരിച്ചിട്ട് ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് കംപ്രസിബിൾ ഫ്ലോ. ദാറ്റ് ഈസ് റോ ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. റോ എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. ഇനി ഇൻകംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാലോ റോ കോൺസ്റ്റന്റ് ആണ്. എന്ന് വെച്ചാൽ ഡെൻസിറ്റി മാറുന്നുണ്ടോ? ഡെൻസിറ്റി ഡസ് നോട്ട് ചേഞ്ചസ്. ഡെൻസിറ്റി ഡസ് നോട്ട് ചേഞ്ചസ്. This is compressible flow. Next is rotational flow. Let us see what is rotational flow. Rotational flow means a fluid particle is rotating with respect to a fixed point which is called center point. അപ്പോൾ ഏതെങ്കിലും ഒരു സെന്ററിനെ ആസ്പദമാക്കി ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് റോട്ടറി മോഷൻ ഏർപ്പെടുന്നുവെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ദാറ്റ് ഈസ് കോൾഡ് റൊട്ടേഷണൽ ഫ്ലോ. ഈ റൊട്ടേഷണൽ ഫ്ലോ ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ്. ദർ ഈസ് നോ റൊട്ടേഷൻ ഡ്യൂറിങ് ദ ഫ്ലോ. അടുത്തത് 1 ഡയമെൻഷണൽ ഫ്ലോ. 1D ഫ്ലോ എന്ന് പറഞ്ഞാൽ 1 ഡയമെൻഷണൽ ഫ്ലോ. നെക്സ്റ്റ് 2D ഫ്ലോ, 2 ഡയമെൻഷണൽ ഫ്ലോ. 3D ഫ്ലോ മീൻസ് 3 ഡയമെൻഷണൽ ഫ്ലോ. ഇപ്പോൾ 1D ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫ്ലോ പാരാമീറ്റേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ 1 ഡയറക്ഷൻസ് ഓർ 1 ഡയമെൻഷൻ. ഫ്ലോ പാരാമീറ്ററിനെ നമ്മൾ ഒരു ദിശയിലേക്ക് മാത്രം കാണിച്ചിരിക്കുന്നതാണ് എന്ത്? ദാറ്റ് ഈസ് 1 ഡയറക്ഷൻ ഫ്ലോ. അടുത്തത് 2D ആകുമ്പോഴത്തേക്ക് നമുക്ക് വി ആർ ഗെറ്റിംഗ് എ പ്ലെയിൻ, ഒരു പ്ലെയിൻ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് 2D ഫ്ലോ. അടുത്ത 3D ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ 3 ഡയറക്ഷനും നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 3D ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ പ്രോബ്ലം for you. This is your assignment number 2. Those you have not
done the first assignment. Anyway, I have solved the problem to you. But anyway, you have to write that problem once again, and you please attach with this assignment. This is the assignment, class assignment. So you can use that mail for uploading your assignment. This is very simple. The pressure in a pipe is to be measured by an open manometer in the figure. Specific gravity of fluid is പൈപ്പിലെ ഫ്ലൂയിഡിൻ്റെ എത്രയാണ്? ദാറ്റ് ഈസ് 0.8. മെർക്കുറിയുടേത് 13.6. ഓക്കെ. ഫൈൻഡ് ആബ്സല്യൂട്ട് പ്രഷർ ഇൻ ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ്. ഇവിടുത്തെ അബ്സല്യൂട്ട് പി അബ്സല്യൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഇക്വേഷൻ ഞാൻ എഴുതി തരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു HA, ഇത് മുകളിലോട്ട് പോകുന്നത് കൊണ്ട് മൈനസ് S1H1 is equal to, this is equal to this liquid column നമ്മൾ S2H2 plus this column is S3H3. HA minus S1H1 is equal to S2H2 plus S3H3. അപ്പം ഇതാണ് നമ്മൾ ഡേറ്റത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളതും ഡേറ്റത്തിൻ്റെ റൈറ്റ് സൈഡിലുള്ളതുമായിട്ടുള്ള പ്രഷർ. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് യു ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം ആൻഡ് അപ്ലോഡ് ദിസ് പ്രോബ്ലം ഇൻ മൈ മെയിൽ അരുൺ ഗോപിനാഥ് @polyattingel.org എന്ന് പറയുന്ന സൈറ്റിലേക്ക്, മെയിലിലേക്ക് നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓടിച്ച് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കാം. സോ ടുഡേ വി ഹാവ് ഡിസ്കസ് ടോട്ടൽ പ്രഷർ ഓൺ ഹൊറിസോണ്ടൽ സർഫസ്. Total pressure on horizontal surface is equal to P is equal to WAX bar, where W is the specific weight that is Newton per meter cube. A is called the area of surface. A is the area. X bar is the depth of horizontal surface. At the center of pressure is the point of application of the resultant pressure. That is types of flow. Rate of discharge എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന വെള്ളത്തിൻ്റെ അളവിനെ വിളിക്കുന്ന പേരാണ് റേറ്റ് ഓഫ് ഡിസ്ചാർജ്. അടുത്തത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. Let us see the equation of continuity. Continuity എന്താ പറയുന്നത്? ഫോർ ആൻ ഇൻകംപ്രസിബിൾ ലിക്വിഡ്, ഒരു ഇൻകംപ്രസിബിൾ ലിക്വിഡ് ആണെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന എന്താണ് വോളിയം ഫ്ലോ റേറ്റ് സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് Q1 is equal to Q2 is equal to Q3. അടുത്ത എന്താണ് ടൈപ്സ് ഓഫ് ഫ്ലോ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോ. വൺ ഈസ് യൂണിഫോം ഫ്ലോ. ഒരു സെക്ഷൻ എടുത്താൽ അല്ലെങ്കിൽ ഒരു L എടുത്തു കഴിഞ്ഞാൽ ആ ത്രൂ ഔട്ട് ദ ലെങ്തിലും എന്ത് മാറാൻ പാടില്ല? വെലോസിറ്റി മാറാൻ പാടില്ല. അങ്ങനെ മാറാത്തതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി. ദാറ്റ് ഈസ് യൂണിഫോം ഫ്ലോ. നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞാൽ വെലോസിറ്റീസ് അറ്റ് ഓൾ സെക്ഷൻസ് ആർ ഡിഫറെൻറ്റ്. സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഫ്ലോയ്ക്ക് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു പാത്ത് ഉണ്ട്, അത് പരസ്പരം എന്ത് ചെയ്യുന്നില്ല? ക്രോസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഈസ് ടർബുലന്റ് ഫ്ലോ. ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു പാത്ത് ഇല്ല, മാത്രമല്ല ദേ ആർ ക്രോസിങ് ഈച്ച് അതർ. അടുത്തത് സ്റ്റഡി ഫ്ലോ. സ്റ്റഡി ഫ്ലോ പറയുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് ഒരു സെക്കൻഡിൽ പോകുന്ന ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിലുള്ള ക്വാണ്ടിറ്റി ഡിസ്ചാർജ് എന്താണ്? സെയിം ആണ്. ഡിസ്ചാർജ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് സ്റ്റഡി ഫ്ലോ. അൺസ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് സെയിം അല്ല. കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ചേഞ്ച് വിത്ത് റെസ്പെക്റ്റ് ഫ്ലോ. അതായത് കംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെങ്കിൽ ഡെൻസിറ്റി മാറുന്നില്ല, അത് കോൺസ്റ്റൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു പ്രോബ്ലം എല്ലാവരും ചെയ്ത് അസൈൻമെൻ്റ് ഇടുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. Okay, bye.